മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. പർണശാലകൾ കെട്ടി മകരവിളക്ക് ദർശിക്കാൻ കാത്തിരിക്കുകയാണ് അയ്യപ്പ ഭക്തർ. കുഞ്ഞയ്യപ്പന്മാർ മുതൽ ഗുരുസ്വാമിമാർ വരെ ഭജനയുടെ ലഹരിയിൽ ആറാടുകയാണ്. കണ്ണൻ സ്വാമി അങ്ങനെ അടുത്തൊരു മകരവിളക്ക് കൂടി നമ്മൾ കൂടാൻ പോവുകയാണ്. മകരവിളക്കിന്റെ തലേ ദിവസം ശബരിമല സന്നിധാനത്ത് നിൽക്കുകയാണ്. ഇത്തവണ നമ്മളെ കൂടെ പുതിയൊരു സ്വാമി കൂടി ഉണ്ട്. പുതിയതല്ല, ഏതാണ് കുറെ കാലം മുമ്പ് വന്നാ. 2020 അന്ന് ഞാനും കണ്ടു കോവിഡ് സമയത്ത്. അതിനുശേഷം പിന്നെ നീ മകരവിളക്കിന് സന്നിധാനത്ത് വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നത് തിരുവാഭരണ ഘോഷയാത്രയുടെ കൂടെയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കും. പന്തളത്തുനിന്ന് തുടങ്ങി ആ 3 ദിവസം തിരുവാഭരണ ഘോഷയാത്രയുടെ അട്ടത്തോട് വരാം. പക്ഷേ ഈ രാത്രിയിലത്തെ ഒരു വൈബ് എന്ന് വെച്ചാല് ഭക്തിസാന്ദ്രമാണ്. അതായത് ശബരിമല സന്നിധാനത്ത് ഏറ്റവും ഭക്തിസാന്ദ്രമാകുന്ന ഒരു സമയമാണ് ഈ മകരവിളക്കിന്റെ തലേ ദിവസങ്ങൾ. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ദർശനം നടത്തി ഇവിടെ മകരവിളക്കിന് വേണ്ടി കാത്തിരിക്കുന്ന അയ്യപ്പന്മാരാണ്, മാളികപ്പുറങ്ങളാണ്. അവരുടെ പർണശാല കെട്ടി തികച്ചും ഈ അന്തരീക്ഷത്തോട് ഇഴ ചേർന്നുകൊണ്ട് അയ്യപ്പനെ മാത്രം സ്തുതിച്ചുകൊണ്ട് കഴിയുന്ന രാത്രികളാണ്. എനിക്ക് ഭജന കേട്ടേ പറ്റൂ. അതെ, അവൻ കൂടിക്കോട്ടെ. അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പം സ്വാമിമാരുടെ ഭജന കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, അല്ലേ കണ്ണസ്വാമി? അതെ. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുകയാണ് ഈ ഭജനയിൽ. ഈ ഭജന കേൾക്കുമ്പം, അതായത് നമ്മള് എരുമേലിയിൽ നിന്ന് വന്നു ആള് കെട്ടി തൊഴുതു, പമ്പ അഴുതാ നദി കയറി, അഴുതാ നദി കുളിച്ചു, ഉദയന്റെ കോട്ടയം കഴിഞ്ഞ് നേരെ വന്ന് കല്ലാന്തോട്ടി വന്നു, കല്ലാന്തോട്ടി നേരെ കരിമല മുകളിലേക്ക് കയറുന്ന, അതിനുശേഷം വലിയാനോട്ടോ ചെറിയാനോട്ടോ കിടന്ന് പമ്പാ നദിയിലേക്ക്. അതിനിടയ്ക്ക് ഈ വരികളിലൊക്കെ എല്ലാ കാര്യമുണ്ട്. ആ ഒരു കാനനയാത്ര ഈ വരികളിലൂടെ നമ്മൾ അനുഭവിക്കുകയായിരുന്നു. ഞങ്ങൾ വൃശ്ചികം 1-ന് സാധാരണ എല്ലാവരും മാലയിടും. കുറച്ചുപേര് മാത്രം കുറച്ച് ദിവസം കഴിയും. ഞങ്ങൾ പരമാവധി എല്ലാ ആൾക്കാരും വൃശ്ചികം 1-ന് തന്നെ മാലയിടും. അന്ന് തൊട്ട് തന്നെ ഞങ്ങൾ ഭജനമഠം എടുക്കാറുണ്ട് സാധാരണ. മാളികപ്പുറങ്ങളും കന്നിമാളികപ്പുറങ്ങളാണോ? അയ്യപ്പനെ കണ്ടോ? എന്താ പറഞ്ഞ അയ്യപ്പനോട്? എന്നും പറഞ്ഞില്ലയോ? ആരെ കാണാനാ കുഞ്ഞു വന്നേ? അയ്യപ്പസ്വാമിനെ. സ്വാമി കണ്ടോ? മാളികപ്പുറത്ത് എത്രാമത്തെ പ്രാവശ്യം വരുന്നേ? മൂന്നാമത്തെയോ? എന്തായിരുന്നു പ്രാർത്ഥന? നന്നായി പഠിക്കണം, പഠിക്കാൻ പറ്റണം, പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടണം, ഇതൊക്കെയല്ലേ പ്രാർത്ഥിച്ചേ? രണ്ടുപേരും കൂടെ വിളിച്ചേ, ഉറച്ചു വിളിച്ചു. ശരണയ്യപ്പു, 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 ശരണയ്യപ്പ, 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 ആനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ. ശബരിമല എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ തൊഴുത് മടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം വരുന്നവരെല്ലാം അയ്യപ്പന്മാരാ. പക്ഷെ ശരിക്കും അയ്യപ്പനെ പോലെ ജീവിക്കുന്നത് കുറച്ച് ദിവസമെങ്കിലും ശബരിമലയിൽ ആ ഒരു കാനനത്തിൽ ജീവിക്കുന്ന ഒരു സുഖം അനുഭവിക്കുന്നത് ഈ മകരവിളക്കിന്റെ. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ആ മാളികപ്പുറം വിളിച്ച എന്താ പറയാ ശരണത്തിന്റെ ആ കോരത്തിന് ഇതുവരെ സത്യം പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഹരിസ്വാമി ഔഷധ വെള്ളം കുടിക്കുന്നു. ഞാൻ ഇവിടെ ചേട്ടനില്ല, സ്വാമിമാര് മാത്രമേ ഉള്ളൂ. ചേട്ടൻ സ്വാമി മല കയറി വന്നപ്പോ എല്ലായിടത്തും കണ്ടതാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്ന ഈ ഔഷധവെള്ളം. ഇപ്പം നടക്കട്ടെ, ഗംഭീരമായിട്ട് നടക്കട്ടെ. നിങ്ങൾക്ക് തിരക്ക് കൂടും. ഒരു ഭജന ടീമുണ്ട്. ഈ രാത്രി ഇങ്ങനെ ഭജന പാടിയല്ലാതെ എങ്ങനെ കഴിച്ചു കൂട്ടാ സന്നിധാനത്ത്?
മലയാളത്തിലുള്ള ആ ഭജന പാടുമ്പോൾ അതിൽ ആ തമിഴ് ബുക്ക് വായിച്ച് പാടുന്നുണ്ട്. സ്വാമി എവിടുന്നാ പറഞ്ഞത്? കന്യാകുമാരി ജില്ലയിൽ തക്കലയിൽ പാർത്ഥസാരഥി കോവിൽ നിന്നുണ്ട്. പാർത്ഥസാരഥി ഭജൻസ് എന്ന ഒരു ബുക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഈ ബുക്ക് നമ്മൾ ഇട്ടതാണ്. എൻ്റെ അച്ഛൻ ചെറുതിൽ 10 വയസ്സിൽ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. 10 വയസ്സിലെ പ്രായത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. മകര ജ്യോതിക്ക് തന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് തീരാത്ത ഒരു അസുഖം തീർന്നു. അതിന് ശേഷം എനിക്ക് ഒരു താല്പര്യം ഭഗവാനെ വർഷം തോറും വന്ന് കാണണം എന്നുള്ള. എരുമേലിൽ നിന്ന് സന്നിധാനം വരെ കണ്ടിന്യൂസ് ശരണം വിളിക്കും, നിർത്തില്ല. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ശബരിമല? സന്തോഷം. വന്നവിടെ വിളുന്ന് എന്നെ കരകയറ്റി കൂട്ടിയിട്ട് ഇങ്ങനെ കാല് പുട്ടൊടിച്ച് വിളുന്ന് കാലൊക്കെ അറ്റ് ഇതൊന്നും ഞാൻ നടന്നു വന്നിട്ടു. അയ്യപ്പനെ കൊണ്ട് കര ചേർത്ത്. ആദ്യം വന്നതിലേ എനിക്ക് വളരെ ഒരു തൃപ്തി. നമ്മുടെ ഭഗവാൻ നമ്മുടെ അസുഖമെല്ലാം കുറച്ചിട്ട് നല്ല മാതിരി ഇതിൽ ഇതായിരിക്കുന്നതിന്ന് തൊടോ വരണു. അയ്യപ്പനെ കണ്ട് നല്ലപടിയാ കണ്ട് 18-ാം പടി വന്ന് സ്വാമിയെ നല്ല പറയാം. ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ. നമ്മളാ മധുരയിൽ നിന്നുള്ള മാളികപ്പുറത്തിന്റെ വാക്ക് കേട്ടോ. മധുരയ്ക്ക് മറ്റൊരു പേരുണ്ട്, തൂങ്കാ നഗരം എന്ന്. അതിന് സമാനമാണ് ഈ മകരവിളക്ക് ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ 1-2 പേരെങ്കിലും രാത്രി എത്ര ആയാലും 1-2 പേരെങ്കിലും ഇങ്ങനെ ഉണർന്നിരിക്കും. 1-2 ഒരുപാട് പേരൊന്നുമല്ല. കാരണം ഈ മകരവിളക്കിന് സന്നിധാനത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉറങ്ങാൻ പറ്റുക? അവരിങ്ങനെ ഭജനയൊക്കെ പാടി അയ്യപ്പനെ സ്തുതിച്ച് അവരുടെ ഗുരുസ്വാമിമാരെ അവർ ബാല്യകാലത്ത് തൊട്ട് ഈ ശബരിമലയിൽ വരുന്ന കഥകൾ. അപ്പോൾ ഓരോ കാലത്തും ശബരിമല ഓരോ രീതിയിലാണല്ലോ അവർക്ക് അനുഭവങ്ങൾ നൽകുക. ഈ മളികപ്പുറമായാലും കന്യായിപ്പനായാലും നമ്മൾ ഗുരുസ്വാമിയായിട്ട് അച്ഛൻ്റെ തോളിലേറി. ഞാൻ മിന്നായം പോലെയാണ് അയ്യപ്പനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു 5-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. മരങ്ങളുടെ വേദികളിലൊക്കെ ചവിട്ടി പലതവണ കാല് മുറിഞ്ഞ് അതൊരു അച്ഛനെടുത്ത് നമ്മൾ കരയും. നീലിമല എന്ന് പറഞ്ഞാൽ നീലിമല തന്നെയാണ്. വേരും കല്ലും ഒക്കെയാണ് അത് ചവിട്ടി കയറി. ശരിക്കും പറഞ്ഞാൽ കല്ലും മുള്ളും കാലുമെത്തൈ എന്ന് പറയുന്ന കറക്റ്റ് അനുഭവമാണ്. എന്നെ എടുത്തോണ്ട് വരേണ്ടി വന്നില്ല. കാരണം ഞാൻ വരുന്നത് 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി പറഞ്ഞത്. ഞാനും അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തി അച്ഛൻ എടുത്തോണ്ട് വന്നു. അന്ന് ഈ പറഞ്ഞ പോലെ എന്തൊരു തിരക്കായിരുന്നു. വന്നൊരു മിന്നായം പോലെ അയ്യപ്പനെ ഒരു 1-2 സെക്കൻഡ് കണ്ടാണ്. ശരണം വിളിയും ഭജനയും എല്ലാം ചേർന്ന് ഈ ശബരിമല സന്നിധാനത്ത് ഈ വലിയ ജനസഞ്ചയമുണ്ടല്ലോ, ഈ അയ്യപ്പന്മാരുടെ ഒരു കൂട്ടം. ഒരു പക്ഷെ കുറച്ച് മാറി നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ. അതൊരു പ്രണവ ശബ്ദം ആയിട്ടാണ് നമുക്ക് ചെവിയിൽ വരുന്നത്. അതാണ് അയ്യപ്പനിലേക്ക് പോകുന്നത്. അപ്പോൾ പാട്ടുകൊണ്ടും ഭക്തി കൊണ്ടും എല്ലാ രീതിയിലും അവർ കൊണ്ടുവരുന്ന നിവേദ്യം കൊണ്ടുമൊക്കെ അയ്യപ്പനിൽ ലയിക്കുകയാണ് ഈ ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പന്മാർ. നോക്കൂ, ഇവിടെ നമുക്ക് ചുറ്റും നിൽക്കുന്ന കണ്ടില്ലേ, എല്ലാവർക്കും ഒരേ വേഷമാണ്. വേറെ എല്ലാവരും കണ്ടാൽ പല മുഖങ്ങളാണെന്ന് തോന്നുകയല്ല, എല്ലാവരും അയ്യപ്പന്മാരാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് ഏത് സ്വാമിയാണ്, ഏത് നാട്ടിൽ നിന്ന് വന്നു, ഏത് നാട്ടുകാരാണ്, ഏത് ഭാഷയാണ്, അങ്ങനെയൊന്നുമില്ല. സ്വാമിയെ വിളിച്ച അയ്യപ്പ തിരിച്ചു വിളിക്കും. സ്വാമിയേ തുടങ്ങിക്കൊടുത്തേ ഉള്ളൂ. അതെ, ഇങ്ങനെ ശരണം വിളി മുഖരിതമായി ഇങ്ങനെ ഒരു രാത്രി, ഇനിയൊരു രാത്രിയും ഒരു പകലും കൂടിയുണ്ട്. അയ്യന് തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്കും മകരവിളക്കിനും ഉത്രം നക്ഷത്രം ഉദിക്കുന്നതിനുമൊക്കെ. ഈ വിശേഷങ്ങൾ മാതൃഭൂമി ന്യൂസിന്റെ പ്രേക്ഷകർക്ക് ശബരിമലയിൽ എത്താൻ പറ്റാതെ കോടാനുകോടി അയ്യപ്പ ഭക്തരുണ്ട്. അവരിലേക്ക് ഈ രാത്രിയിൽ ഈ സന്നിധാനത്തെ അനുഭവം, നേരനുഭവം നമ്മൾ ഭഗവാന്റെ ഒരു ആശീർവാദം കൂടി ചാലിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇത് തുടക്കം മാത്രമാണ്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മകരവിളക്ക് കഴിഞ്ഞ് ആ പൊന്നമ്പലമേട്ടിൽ ആ ദിവ്യ ജ്യോതിസ് തെളിഞ്ഞ് അതിനുശേഷം തിരുവാഭരണം ചാർത്തി അയ്യന്മാർ സുരക്ഷിതമായി മടങ്ങി വീട്ടിലെത്തിയെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വരെ മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറ കണ്ണുകളും. ഇവിടെ വരുന്ന ഓരോ സ്വാമിമാരും അനുഭവിക്കുന്ന അനിർവചനീയമായ ആ ഒരു വികാരമുണ്ടല്ലോ, ഭക്തിയിൽ ഉള്ള വികാരം, അത് ഒരംശം പോലും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ എത്രയോ മകരവിളക്കുകളായിട്ട് ഇവിടെ എത്തുന്നു. അത് ഇത്തവണയും അത്രയും ഒരു അംശം പോലും ചോരാതെ ഭക്തരിലേക്ക് എത്തിക്കാൻ കഴിയും. തത്വസിപ്പുറമായിട്ടുള്ള അയ്യപ്പൻ അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടിയാണ്. സ്വാമി ശരണം.